പരിപാടിക്ക് ചേർന്നതിന് ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് കുറേ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു സ്പോർട്സ് ഡേ. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടുകാരെ പറ്റിയാണ്. ഒരുപാട് പാട്ടുകാരുണ്ട്, നല്ല രസമുണ്ട് എല്ലാവരും പാട്ട് കേൾക്കാൻ. പിന്നെ ഈ പാട്ട് പാടുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനൊരു ടിപ്പ് പറയാനായിട്ടാണ് ഞാൻ വന്നത്. വലിയ വലിയ സംഗീതജ്ഞന്മാരുടെ കീഴിൽ സംഗീതം പഠിച്ച ഒരു കുട്ടി എന്ന നിലയിൽ ആണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ഞാനിപ്പം ഒരു ടഫായിട്ടുള്ളൊരു സോങ്ങാണ് പാടാൻ പോണത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഈ സിനിമയിലൊക്കെ പാട്ടുകളുണ്ടല്ലോ, ചിത്ര ചേച്ചിയും പിന്നെ രേണുകയൊക്കെ അവരൊക്കെ പാടിയ പാട്ടുകൾ നമുക്ക് സുഖമായിട്ട് പാടാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ കേട്ടോ. ശ്രുതിയും ടെമ്പോയും എല്ലാം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം നമുക്ക് പാട്ടിലോട്ട് കിടക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം, പേടിക്കേണ്ട ആരും. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അന്ധകാരപ്പറമ്പിൽ വെട്ടിക്കീളച്ചഞ്ചാറു കാച്ചിൽ നട്ടു, അന്ധകാരപ്പറമ്പിൽ വെട്ടിക്കീളച്ചഞ്ചാറു കാച്ചിൽ നട്ടു, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേരിറങ്ങി, കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും കാച്ചിലിൻ വേരിറങ്ങി, കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിന്റെ മല്ലിയിലും കാച്ചിൽ കണ്ടു, കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിന്റെ മല്ലിയിലും കാച്ചിൽ കണ്ടു, വെട്ടിപ്പുഴുങ്ങുവാനായി പാത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി, വെട്ടിപ്പുഴുങ്ങുവാനായി പാത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി. എങ്ങനെയുണ്ട്? ഇത് ഇത്ര ടഫാണെന്ന് കരുതി ആരും പേടിക്കൊന്നും വേണ്ട. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ നന്ദനത്തിലേക്ക് ചിത്ര ചേച്ചി പാടിയ പാട്ടൊക്കെ ഉണ്ടല്ലോ, കൃഷ്ണ, അതൊക്കെ നല്ല സുഖമായിട്ട് പാടാൻ പറ്റും. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് സംഗീതജ്ഞന്റെ കീഴിലായിരിക്കും ഞാൻ സംഗീതം അഭ്യസിച്ചെന്ന്. പിന്നെ എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്. ഈ പാട്ടെങ്ങാനും വളരെ ഇതായിപ്പോയി ചിത്ര ചേച്ചിയോ നമ്മുടെ മറ്റേ ജയചന്ദ്രനോ ആരെങ്കിലുമൊക്കെ കണ്ട് ഈ കുട്ടിയെ അന്വേഷിക്കുന്നു, ഇതിനെപ്പറ്റി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് എൻ്റെ ഒരു ഡീറ്റെയിൽസും കൊടുക്കരുത്. അങ്ങനെ എന്താ പറയണ്ടേ, സിനിമയിലൊന്നും പാടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ.